ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പിസ്സയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഓട്സ് വെച്ചിട്ടാണ് പിസ്സ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം, വളരെ ഈസിയാണ്. നമുക്ക് 4 മണിക്ക് ചായക്കോ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും കഴിക്കുക. നല്ല ടേസ്റ്റാണ്, നമ്മളെ വയറ് ഫുള്ളാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ 4 മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വിസ്ക് ചെയ്യുക. ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ മുട്ടയും പിന്നെ അതുപോലെ ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ഓട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഓട്സും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കത് ബീറ്റ് ചെയ്ത് കൊടുക്കാം, ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കണം. നമ്മുടെ സാധാ ഫ്രഷ് മിൽക്ക് ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഓട്സും മുട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ്, ഒരു 2 തരം വെജിറ്റബിളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങളുടെ വീട്ടിൽ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചിട്ട് അതായാലും മതിയിട്ടാ. ഇനി നമുക്കതിലേക്ക് മറ്റേ പൊട്ടറ്റോ ഉണ്ടല്ലോ, ആ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറിപ്പോവാണ്ട് കിട്ടും പൊട്ടറ്റോ. നമ്മൾ ഡയറക്റ്റ് തന്നെ പൊട്ടറ്റോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താൽ അതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായി പോവും. വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാൽ കളർ മാറിപ്പോവില്ല. എന്നിട്ട് പിഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, കൂട്ടിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ മുട്ടയിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ആകുമ്പോൾ കൂടുതലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബട്ടർ ആയിരിക്കും നല്ലത് കേട്ടോ. ബട്ടർ ചേർത്തിട്ട് ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ആ മെൽറ്റായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഈ ഫ്രൈ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് തീ വെക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ചിക്കൻ, എൻ്റെ കയ്യിലിപ്പോൾ ഇന്നലത്തെ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തത് ബാക്കിയുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കോഴിമുട്ട പുഴുങ്ങിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയിട്ടാ. ചിക്കൻ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇനി അതിൻ്റെ മേലെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. മൊസറല്ല ചീസ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കണം. ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് പിന്നെ ഒറിഗാനോ ഉണ്ടല്ലോ, നമ്മൾ ഇടില്ലേ, ആ ഒറിഗാനും കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിലിപ്പോൾ ഒറിഗാനോ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒറിഗാനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിസ്സയുടെ നല്ലൊരു ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ കിട്ടും. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. എഗ്ഗും പിന്നെ അതുപോലെ മിൽക്കും ഒക്കെ അല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പിസ്സ, ഓട്സ് വെച്ചിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ മൊസറല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. തൊട്ട് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് അത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ആ ചീസിൻ്റെ ഭാഗം തൊട്ട് നോക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഓട്സ് വെച്ചിട്ട് പിസ്സ തയ്യാറാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി